നമ്മൾ എന്ന് പറയാൻ പോകുന്നത് സെയിലിംഗ് സ്റ്റോൺസിൻ്റെ നിഗൂഢതകളെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു മിസ്റ്റീരിയോ. നീരജ് ഹിയർ. സെയിലിംഗ് സ്റ്റോൺസ് മനുഷ്യൻ്റെയോ മറ്റു ജീവജാലങ്ങളുടെയോ യാതൊരു ഇടപെടലുമില്ലാതെ തന്നെ പാറകൾ ദീർഘമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസമാണ് പാറകളുടെ ചലനം അല്ലെങ്കിൽ ഒഴുകുന്ന കല്ലുകൾ. അമേരിക്കയിലെ ഡെത്ത് വാലി, റേസ് ട്രാക്ക് പ്ലേസ് എന്നിവിടങ്ങളിൽ കാണുന്ന ഈ പ്രതിഭാസം നിരവധി പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കല്ലുകളുടെ ഈ ചലനത്തിന് പിന്നിലുള്ള ശക്തിയെ 2014 വരെ മനസ്സിലാക്കാനായിരുന്നില്ല. ഇതൊരു ഗവേഷണ വിഷയമായി തുടരുകയായിരുന്നു. ഒരു സംഘം ശാസ്ത്രജ്ഞർ 2014 ആഗസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ നിരീക്ഷണങ്ങളനുസരിച്ച് മഞ്ഞ് വീണ് ചെളി പരുവമാകുന്ന നിലത്തിലൂടെ കാറ്റിൻ്റെ സഹായത്തിലാണ് ഈ കല്ലുകൾ ചലിക്കുന്നതെന്ന് കണ്ടെത്തി. ഈ കല്ലുകളുടെ ചലനം അവർ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ഓരോ 2-3 വർഷം കൂടുമ്പോൾ മാത്രമേ റേസ് ട്രാക്കിലെ കല്ലുകൾ ചലിക്കുകയുള്ളൂ. കല്ലുകൾ നീങ്ങുന്ന പ്രത്യേക പാതയും 3-4 വർഷങ്ങൾക്കുള്ളിലാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. ചില കല്ലുകൾ ചലിക്കുന്നതിനിടയിൽ കീഴ്മേൽ മറിയുകയോ സ്ഥാനം ചലിക്കുകയോ സംഭവിക്കുകയും ചെയ്യാം. ചലനത്തിൻ്റെ വേഗത 1 മിനിറ്റിൽ 5 മീറ്റർ വരെ ചലിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ 1948 ഭൂഗർഭ ശാസ്ത്രജ്ഞരായ ജിം മക്കലിസ്റ്റും അലൻ അഗ്ന്യൂവും ഇവിടുത്തെ ബെഡ്റോക്കിൽ പഠനം നടത്തുകയും ചലിക്കുന്ന പാറകളിലെ കൃത്യമായ പാതകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലൈഫ് മാഗസിനിൽ ഇതിൻ്റെ ധാരാളം ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസാധിഷ്ഠമായ വിശദീകരണങ്ങളും വളരെ സങ്കീർണമായ വ്യാഖ്യാനങ്ങളും പാറകളിലെ ഈ ചലനത്തിന് കാരണമായി കാലാകാലങ്ങളായി പറഞ്ഞു വരുന്നു. തണുപ്പുകാലത്താണ് മിക്ക പാറകളും ചലിക്കുന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഐസിൻ്റെ ചെറിയ പാളികൾ കാറ്റും ചേർന്നതാണോ ഈ ചലനങ്ങളെന്ന് ശക്തമായി സംശയിക്കപ്പെടുന്നു. 36 കിലോഗ്രാം തൂക്കമുള്ള കല്ലാണ് ഇതുവരെ ചലനമുണ്ടായവയിൽ ഏറ്റവും ഭാരമുള്ളത്. 1/2 മൈൽ ദൂരം 800 മീറ്റർ വരെ സഞ്ചരിച്ച കല്ലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1992 1995 അനുബന്ധ പഠനങ്ങൾ നടക്കുകയുണ്ടായി. എന്തായാലും ഇത് കാണാൻ നിരവധിയധികം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക.